അജിത് പവാർ പക്ഷം NDA വിടുമെന്ന അഭ്യൂഹം. തീരുമാനം അജിത് പവാറിന് വിട്ട് NCP കോർ കമ്മിറ്റി യോഗം. വിശാല യോഗം വൈകിട്ട് മുംബൈയിൽ ചേരും. വിശദാംശങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ്, ഒരു 10 മാസത്തിന് മുൻപാണ് അദ്ദേഹം അത്തരത്തിലൊരു പാർട്ടി രൂപീകരിക്കുന്നത്. അതിനുശേഷം ചില പദവികളും ഒക്കെ ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ NDA വിടുമെന്നുള്ള അഭ്യൂഹം വരുന്നു. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം മീഡിയേറ്ററായി പ്രവർത്തിച്ച ശരത് പവാറിന്റെ ഒരു ചരടുവലി ഇതിന് പിന്നിലുണ്ടോ? എന്തായിരിക്കാം അദ്ദേഹത്തിന്റെ ഉദ്ദേശം? ക്രിസ്റ്റീന, മുന്നണിക്കുള്ളിൽ അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ അവഗണനയുണ്ടായി എന്നുള്ള ഒരു വികാരമാണ്. തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വളരെ കുറവ് നൽകിയത് ഒന്ന്, അതിനുശേഷം കിട്ടിയ സീറ്റുകൾ തൻ്റെ ഭാര്യയെ പോലും കാലുവാരി തോൽപ്പിച്ചു എന്നൊരു പരാതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വക്താവ് തന്നെ കഴിഞ്ഞ ദിവസം പരസ്യമായി അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മുന്നോട്ടുള്ള പോക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പടക്കം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ മോശമാകും എന്നൊരു ധാരണ പാർട്ടിക്കുള്ളിൽ ആകെ തന്നെയുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ അതിന് BJP പറഞ്ഞ മറുപടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ തരാമെന്നാണ്. എന്നാൽ നിലവിൽ സംസ്ഥാനത്ത് അജിത് പവാർ പക്ഷത്തിന്റെ സ്വാധീനം വളരെയധികം കുറഞ്ഞു എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ വന്നത്. അതുകൊണ്ട് ഒരു ബാർഗെയിനിങ് പവർ അജിത് പവാറിന് നഷ്ടമാകുന്നുണ്ട് എന്നൊരു തോന്നൽ നേതാക്കൾക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് ഒരു അടിയന്തര കോർ കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ അജിത് പവാറിന്റെ മുംബൈയിലെ വസതിയിൽ വെച്ച് ചേർന്നത്. പ്രഫുൽ പട്ടേലും ഛഗൻ ഭുജ്ബലും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് ഈ യോഗത്തിൽ എത്തിയത്. ഈ യോഗത്തിന് ശേഷം സുനിൽ തത്കരെ, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരേ ഒരു MP ആണ്, ഈ യോഗത്തിലെ ചർച്ചയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നാൽ ഏത് തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്ന കാര്യം വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഏതായാലും MLA-മാരും MP-മാരും ഒക്കെ തന്നെ അജിത് പവാറിനൊപ്പം ഉറച്ചു നിൽക്കും എന്ന് വിശദീകരിക്കാനാണ് അദ്ദേഹം പ്രധാനമായും ശ്രമിച്ചത്. അതിനുള്ള കാരണം ശരത് പവാർ വിഭാഗം MLA-മാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ അജിത്തിനെ വിട്ടുപോലും MLA-മാർ പോയേക്കും ശരത് പവാർ പക്ഷത്തേക്ക് എന്നുള്ള ഒരു പ്രചാരണം അവിടെയുണ്ട്. അതിനെ തടയുക എന്നുകൂടി ലക്ഷ്യം വെച്ചാണ് സുനിൽ തത്കരെ ഞങ്ങൾ എല്ലാവരും അജിത്തിനൊപ്പം അടിയുറച്ച് നിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് തീരുമാനമുണ്ടായാലും അത് അന്തിമമായി എടുക്കുന്നത് അജിത് പവാർ ആയിരിക്കും. ആ തീരുമാനത്തോട് ഒപ്പം ഉറച്ചു നിൽക്കാൻ അവർ തീരുമാനിക്കുന്നു. പക്ഷേ വരും ദിവസങ്ങളിൽ നടക്കുന്ന NDA മീറ്റിങ്ങുകളിൽ അജിത്ത് പങ്കെടുക്കും എന്നതാണ് സുനിൽ തത്കരെ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത്. അതായത് മുന്നണി വിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചൊക്കെ തന്നെ ഒരു ചർച്ച ഇനിയും നടക്കേണ്ടതുണ്ട്. മഹാരാഷ്ട്രയിൽ എന്തായാലും നാടകീയ നീക്കങ്ങളാണ്. അജിത് പവാർ എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ അല്പമണിക്കൂറുകൾക്കുള്ളിൽ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന്.